പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിലക്കില്ല എങ്കിൽ, അതായത് രാഷ്ട്രീയ നേതാക്കൾക്ക് മാധ്യമപ്രവർത്തകരെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിലക്കില്ല എങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെ വോട്ടെടുപ്പിനിടയിലോ മുൻ BJP വക്താവായിരുന്ന ഇപ്പോൾ കോൺഗ്രസിൽ ചേക്കേറിയ സന്ദീപ് വാര്യർ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ ചില സൂചനകൾ തന്നിരിക്കുന്ന പ്രകാരം വലിയ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു. അതായത് BJPക്കെതിരെ, കേരളത്തിലെ BJPക്കെതിരെ, BJP നേതാക്കൾക്കെതിരെ ചില ബോംബുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് പൊട്ടിക്കാൻ പോകുന്നു എന്ന തരത്തിൽ അദ്ദേഹം നേരത്തെ ചില ഹിന്ദിയിലും മറ്റുമൊക്കെ സൂചന നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടാൽ അദ്ദേഹം അതീവ ഗുരുതരമായിട്ടുള്ള കുറച്ച് ആരോപണങ്ങൾ BJPയുടെ പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ ഉന്നയിക്കും. അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് എങ്കിലും മലയാളികളെ സംബന്ധിച്ച് അതത്ര വലിയ പുതുമയൊന്നുമില്ല. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മുന്നണിയിലെയും വിവിധ നേതാക്കൾക്കെതിരെ ഇതിനകം തന്നെ വന്നിട്ടുള്ള പല ആരോപണങ്ങളിൽ സമാനമായിട്ടുള്ള ആരോപണം തന്നെയായിരിക്കും സന്ദീപ് വാര്യർ ഉന്നയിക്കാൻ പോകുന്നത്. ഒരേ കാര്യത്തിൽ മാത്രമേ പുതുമയുള്ളൂ. അത് ഞാൻ എന്താണെന്ന് വഴിയേ പറയാം. സ്വാഭാവികമായിട്ടും ആദ്യത്തെ ആരോപണം സ്ത്രീ വിഷയം തന്നെയായിരിക്കും. ആ വിഷയത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലായിരിക്കും ഒരു ആരോപണം വരുന്നത്. തീർച്ചയായിട്ടും BJPക്കാരടക്കമുള്ളവർ അതൊരു ചെറിയ ചിരിയോടെയായിരിക്കും കാണുന്നത്. ഇത്തരം ആരോപണമൊക്കെ അവർ ഈ BJPയിൽ നിന്ന് സന്ദീപ് വാര്യർ പിണങ്ങിപ്പോയ നിമിഷം മുതൽ അവർ പ്രതീക്ഷിക്കുന്നതാണ്. അതിൽ വലിയ പുതുമയൊന്നുമില്ല. അടുത്തതായിട്ട് കുത്തക മുതലാളിമാരുമായിട്ടുള്ള ബാന്ധവത്തെ പറ്റിയായിരിക്കും അടുത്ത ആരോപണമായിട്ട് വരുന്നത്. അതിൽ ചില കളങ്കത്തിലായിട്ടുള്ള കുത്തക മുതലാളിമാരുമൊക്കെ ആയിട്ട് BJP നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന തരത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ആരോപണം ഉന്നയിക്കും. അതിന് തെളിവിനായിട്ട് ചിലപ്പോൾ ചില രേഖകളും മറ്റുമൊക്കെ കാണിച്ചേക്കും. അല്ലെങ്കിൽ ഞാൻ അതിന് സാക്ഷിയായിട്ടുണ്ടെന്നോ ഞാൻ കേട്ടിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കും. അടുത്തായിട്ട് പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഈ പാറമട കോറി പാറമട മുതലാളിമാരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന ആ ഒരു ആരോപണമായിരിക്കും അടുത്തായിട്ട് വരുന്നത്. അതിനും ചില സാക്ഷ്യമോ അല്ലെങ്കിൽ രേഖകളൊക്കെ അദ്ദേഹം ഒരുപക്ഷെ പത്രക്കാരെ കാണിച്ചേക്കും. ഇനി ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല. ഇതൊക്കെ പല നേതാക്കൾക്കെതിരെയും മുൻപ് പല തവണ ആരോപണങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലേക്ക് അന്വേഷണം നടത്തുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല, എങ്ങും എത്തിയിട്ടില്ല എന്ന് മലയാളികൾക്ക് അറിയാവുന്നതിനാൽ ഇതിലൊന്നും വലിയ കൗതുകം തോന്നുന്നില്ല. പക്ഷേ അടുത്ത ഒരു ആരോപണം ഉന്നയിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്കെതിരെ ആവാം, അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ആവാം. അത് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ആരോപിക്കാൻ പോകുന്നത് ചില BJP നേതാക്കളുടെ PFI ബന്ധം എന്ന തരത്തിലായിരിക്കും. അതായത് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടല്ലോ, പക്ഷേ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ട് എന്ന തരത്തിലായിരിക്കും. അതിൽ അദ്ദേഹം ചില സാക്ഷിയൊക്കെ ചിലപ്പോൾ പറഞ്ഞിരിക്കും, ചില പേപ്പറുകളൊക്കെ ഉയർത്തി കാണിച്ചിരിക്കും. പക്ഷേ ഇതും ചീറ്റിപ്പോകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ എൻ്റെ ഒരു നിഗമനത്തിൽ അദ്ദേഹം ആരോപിക്കാൻ പോകുന്ന 3-4 ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട സംഗതികൾ ഇതാണ്. അതിൽ PFI ബന്ധമായിരിക്കും ഒരുപക്ഷെ കേരളം പുതുമയോടെ കാണുന്നത്. അപ്പോഴും കേരളത്തിലെ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ മറ്റ് BJPക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ കേരളത്തിലെ BJPക്കാർ ചെയ്യാറുണ്ട്. ഇപ്പം നരേന്ദ്രമോദി ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ നെറ്റിൽ നമ്മൾ കുറി കാണൂ, അല്ലെങ്കിൽ അതുപോലുള്ള വേഷഭൂഷാദികൾ കാണൂ. അല്ലാത്തപ്പോൾ അദ്ദേഹം അങ്ങനെയൊന്നുമല്ല നടക്കുന്നത്. ഇവിടുത്തെ കേരളത്തിലെ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നേരം വെളുക്കുമ്പോൾ തൊട്ട് കുറിയും തൊട്ട് കയ്യിൽ ചരണം തൊട്ട് നടക്കുന്ന ടീംസാണ്. എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒപ്പം തന്നെ മതവിശ്വാസവും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ശരിക്കും വിശ്വാസം ഇല്ലെങ്കിൽ കൂടിയും അങ്ങനെ ഭാവിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്നവരുമായിട്ട് തീർച്ചയായിട്ടും PFIയുടെ ആശയമായിട്ട് നടക്കുന്ന ഒരാൾക്കും ഒത്തുപോകാൻ പോവില്ല എന്നത് സാമാന്യ ബോധമുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ അത് നിലവിലിരിക്കെ തന്നെ ചില BJP നേതാക്കൾക്ക് PFI ബാന്ധവമുണ്ട് എന്ന തരത്തിൽ സന്ദീപിൻ്റെ ആരോപണമുണ്ട്. അത് സ്വാഭാവികമായിട്ടും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചീറ്റിപ്പോകാനാണ് സാധ്യത. എന്തായാലും സന്ദീപ് കരുതി വെച്ചിരിക്കുന്ന പൊട്ടിക്കാം എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന അവസാന നിമിഷം കൊണ്ട് കുറച്ച് വോട്ടെങ്കിലും BJPക്ക് കിട്ടേണ്ടത് അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏത് വിധേനയും അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നത് കൃഷ്ണകുമാറിനെ എങ്ങനെയും തോൽപ്പിക്കുക എന്നാണ്. പാലക്കാട് കൃഷ്ണകുമാർ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ കോൺഗ്രസ്സിലും നിലനിൽപ്പില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം ഈ BJPയിൽ നിന്ന് സന്ദീപ് വാര്യർ പോയിട്ടും കൃഷ്ണകുമാർ അവിടെ ജയിക്കുകയാണെങ്കിൽ BJPയിലും പിന്നീട് അദ്ദേഹത്തിനും അല്ലെങ്കിൽ തന്നെ തിരിച്ചു വരവ് അസാധ്യമാണ്. BJPക്കാർക്കും അതൊരു വലിയ ഊർജ്ജമായിരിക്കും. മാത്രമല്ല കോൺഗ്രസ്സിനും അതൊരു ബാധ്യതയാവും. അതിനാൽ ഏത് വിധേനയും BJPയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിനായിട്ട് ഏതറ്റം വരെയും പോവും. അതിൽ ഏത് അറ്റം വരെ പോയിട്ടാണെങ്കിലും അദ്ദേഹം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും. അത് ഏത് നിമിഷം സംഭവിക്കുന്നു എന്ന് മാത്രം ഇനി നമ്മൾ നോക്കിയാൽ മതി.